സിൽവർ കാറ്റഗറി, ഗോൾഡ് കാറ്റഗറി, ഡയമണ്ട് കാറ്റഗറി, പ്ലാറ്റിനം കാറ്റഗറി. ഈ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അവരുടെ സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതനുസരിച്ചിട്ടാണ്. നമ്മുടെ നെറ്റ് സാലറി എത്ര എമൗണ്ട് ആണോ അക്കൗണ്ടിൽ വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയൻസ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. 10,000 രൂപ മുതൽ 25,000 രൂപ വരുന്ന കാറ്റഗറി സിൽവർ കാറ്റഗറിയാണ്. 25,000 രൂപ മുതൽ 50,000 രൂപ വരെ വരുന്ന കാറ്റഗറി ഗോൾഡ് കാറ്റഗറിയാണ്. 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ വരുന്നതിന് ഡയമണ്ട് കാറ്റഗറിയാണ്. 1,00,000 പുറത്ത് 2,00,000 രൂപ വരെ വരുന്നതിന് പ്ലാറ്റിനം കാറ്റഗറിയാണ്. 2,00,000 മുകളിൽ റോഡിയം കാറ്റഗറിയാണ്. അങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നേരത്തെ നമുക്ക് ഈ കാറ്റഗറി എല്ലാം നേരത്തെ ഉള്ളത് തന്നെയാണ്, അതിലൊന്നും യാതൊരു ചേഞ്ചസ് നടക്കില്ല. പക്ഷെ നേരത്തെ കാറ്റഗറി അനുസരിച്ച് ഓരോ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ആക്സിഡന്റൽ ഡെത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എയർ ആക്സിഡന്റൽ ഡെത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റിൽ എന്തെങ്കിലും പെർമനന്റ് ഡിസേബിലിറ്റി സംഭവിച്ചാൽ അതിനൊരു കവറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാർഷ്യൽ ഡിസേബിലിറ്റി എന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊരു കവറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ വേരിയൻസിന് ഇറസ്പെക്റ്റീവ് ഓഫ് ദി വേരിയൻസ് നമുക്ക് എല്ലാ പാക്കേജിനും ഒരേ ഇൻഷുറൻസ് കവറേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് 1 കോടി രൂപയാണ് സിൽവർ മുതൽ റോഡിയം വരെയുള്ള എല്ലാ കാറ്റഗറിയും ആക്സിഡന്റലി നമുക്ക് നമ്മുടെ ലൈഫ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്ക് കിട്ടുന്നത് 1 കോടി രൂപയുടെ റേഞ്ചിലാണ്. നേരത്തെ ഇത് 10,00,000 രൂപയായിരുന്നു, 20 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം രൂപ വരെയായിരുന്നു മാക്സിമം കൊടുത്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ 1 കോടി രൂപ വരെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് സിൽവർ കാറ്റഗറി ആണെങ്കിലും റോഡിയം കാറ്റഗറി ആണെങ്കിലും 1 കോടി രൂപ തന്നെയാണ്. ഇത് നമ്മൾ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്താണ് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് 1,60,00,000 രൂപയാണ് അതിൻ്റെ ഇൻഷുറൻസ്. എയർ ആക്സിഡന്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് 1,60,00,000 രൂപയാണ്. അല്ല, നമ്മുടെ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു, നമുക്ക് പെർമനന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസേബിലിറ്റിയാണ് സംഭവിച്ചിരിക്കുന്നത്, നമുക്ക് മരണം സംഭവിച്ചില്ല, പെർമനന്റ് ആയിട്ട് എന്തെങ്കിലും ഡിസേബിലിറ്റി സംഭവിച്ചിട്ടുണ്ട്, 2 കാല് നഷ്ടപ്പെടുക, 2 കൈ നഷ്ടപ്പെടുക, അങ്ങനെയുള്ള പെർമനന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസേബിലിറ്റി വരുവാണെങ്കിൽ അതിന് ഏകദേശം 1 കോടി രൂപയുടെ ഇൻഷുറൻസ് കവറേജാണ് സാലറി പാക്കേജിനകത്ത് വരുന്നത്. അത് പാർഷ്യലായിട്ടുള്ള ഡിസേബിലിറ്റിയാണ്. അതായത് നമ്മുടെ 1 കൈ നഷ്ടപ്പെടുക, 1 കണ്ണ് നഷ്ടപ്പെടുക, 1 കാല് നഷ്ടപ്പെടുക, അങ്ങനെയുള്ള പാർഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഡിസേബിലിറ്റിയാണ് വരുന്നതെങ്കിൽ നമുക്ക് 80 ലക്ഷം രൂപ വരെയാണ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഈ 25,000 രൂപയ്ക്ക് മുകളിലോട്ട് വരുന്ന കാറ്റഗറി, അതായത് ഗോൾഡ് ആൻഡ് എബോ കാറ്റഗറിക്ക് 6 ലക്ഷം രൂപയുടെ ഒരു ലൈഫ് കവറേജ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ലൈഫ് കവറേജ്. അതായത് നമുക്ക് എങ്ങനെ മരണം സംഭവിച്ചാലും നമുക്ക് ആക്സിഡന്റ് അല്ലാതെയുള്ള ഏത് മരണമാണെങ്കിലും നമുക്ക് 6 ലക്ഷം രൂപയുടെ കവറേജ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് സിൽവർ കാറ്റഗറിക്ക് വരുന്നില്ല, ഗോൾഡ് ആൻഡ് എബോ വരുന്ന കാറ്റഗറീസിനാണ് നമുക്ക് 6 ലക്ഷം രൂപയുടെ കവറേജ്. അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ബാങ്കിൽ പോയിട്ട് ഒരു ഫോംസും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതില്ല. നമ്മുടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് എപ്പോഴും സാലറി പാക്കേജ് അക്കൗണ്ടിലാണോ കിടക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. നോർമലി ഞാൻ എല്ലാ സ്ഥലത്തും പോയി ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അക്കൗണ്ട് കാലാകാലങ്ങളായി സാലറി അക്കൗണ്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാലറി അക്കൗണ്ട് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ എന്ന് എനിക്ക് സാലറി കിട്ടുന്നു അന്ന് മുതലേ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടാണ് സാലറി അക്കൗണ്ട് എന്നാണ് പലരും പറയുന്നത്. ശരിക്കും സാലറി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സാലറി പാക്കേജിൽ ഓപ്പൺ ആയിരിക്കുന്ന അക്കൗണ്ടുകളെ മാത്രമേ സാലറി അക്കൗണ്ട് എന്ന് ബാങ്ക് പറയുന്നുള്ളൂ. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് എൻ്റെ അക്കൗണ്ടിൽ കൂടെ സാലറി വരുമ്പോൾ അത് ഞാൻ സാലറി അക്കൗണ്ടാണ് ആയിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നാണ്. ഒരിക്കലല്ല. സാലറി അക്കൗണ്ടിൻ്റെ ഇതായ കുറച്ച് ഫീച്ചേഴ്സ് വരുന്ന പ്രോഡക്റ്റിൽ ഓപ്പൺ ആയിരിക്കുന്ന അക്കൗണ്ട് ആയിരിക്കണം സാലറി അക്കൗണ്ട്. അതെല്ലാവരും അവരവരുടെ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിട്ട് എൻ്റെ അക്കൗണ്ട് സാലറി പാക്കേജ് അക്കൗണ്ടിലാണോ കിടക്കുന്നത്, അതിന് കറക്റ്റ് ആയിട്ടുള്ള വേരിയൻസിലാണോ കിടക്കുന്നത്, ഗോൾഡ് കാറ്റഗറി ആണോ, ഡയമണ്ട് കാറ്റഗറി ആണോ, പ്ലാറ്റിനം കാറ്റഗറി ആണോ എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് കൺഫേം ചെയ്യും. ഈ കൺഫേം ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് തുടർന്നുള്ള എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് ഇപ്പോൾ ഒരു റെഗുലർ അക്കൗണ്ടിൽ കൂടെ സാലറി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് എൻ്റെ അക്കൗണ്ട് സാലറി അക്കൗണ്ട് ആണെന്ന്. ഏതെങ്കിലും രീതിയിൽ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മരണം സംഭവിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബാങ്കിൽ പോയിട്ട് ക്ലെയിം കൊടുക്കുന്ന സമയത്ത് ബാങ്ക് ഫസ്റ്റ് നോക്കുന്നത് നിങ്ങളുടെ സാലറി അക്കൗണ്ട് ആയിരുന്നു എന്നുള്ളതാണ്, ആണോ ആയിരുന്നു എന്നുള്ളത്. അപ്പം നോർമലി നമുക്ക് ആ ക്ലെയിം ഫസ്റ്റ് ഓഫ് ഓൾ റിജക്ട് ചെയ്യപ്പെടും. പിന്നെ നമുക്ക് ടെക്നിക്കലി നമ്മൾ പറഞ്ഞ് അതിനുള്ള കാര്യങ്ങൾ അതൊക്കെ ഒരുപാട് സമയം എടുക്കും. നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് എല്ലാവരും ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ യോജന യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ
പിന്നെ